ആഴ്ചകളിലൊക്കെ ദൈവത്തിന്റെ വചനം, റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വചനങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കിയത് ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്നുള്ളത്. ഞാൻ ഈയിടെ ഒരു കഥ തന്നെയായിരിക്കും അത് കേട്ടത്. ഇങ്ങനെ നമുക്കറിയാം, ദർ ഇസ് സംതിങ് കോൾഡ് എ സാക്രമെന്റ് ഓഫ് കോൺഫർമേഷൻ, അല്ലേ? കോൺഫർമേഷന്റെ എങ്ങനെയാ മലയാളത്തിൽ പറയുന്നത്? മുമ്പിലത്തെ ഒപ്രിസ്മ. അതിനുവേണ്ടി ഒരു തിരുമേനി വന്നിട്ട് കുറേ പിള്ളേരുണ്ടായിട്ട് ഇങ്ങനെ തിരുമേനി സാധാരണ ഇങ്ങനെ തൊട്ട് ചെവിടത്ത് ഒരു ചെറിയ അടി കൊടുക്കും. അങ്ങനെ ഒരു പയ്യൻ്റെ അവിടെ ചെന്നപ്പോൾ തിരുമേനി ചോദിച്ചു, കാരണം ഇവരെല്ലാവരും ബാപ്റ്റിസം കഴിഞ്ഞ് ദൈവവചനത്തിൽ വളർന്ന വ്യക്തികൾക്കാണല്ലോ കോൺഫർമേഷൻ കൊടുക്കുന്നത്, ദൈവത്തിന് ആത്മാവ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ആ തിരുമേനി ആ കൊച്ചിനോട് ചോദിച്ചു, ജെറിക്കോ ബോൾ ആരാ തള്ളിയിട്ടതെന്ന്. അപ്പോൾ ആ പയ്യൻ കുറച്ചു നേരം ഇങ്ങനെ പെട്ടെന്ന് തിരുമേനി പറഞ്ഞത് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച കരയാൻ തുടങ്ങി. അപ്പൊ തിരുമേനിക്ക് ആകെ വിഷമം വന്നു. നിങ്ങൾ കേട്ട് പറയുമായിരിക്കും, പക്ഷെ ആ തിരുമേനിക്ക് പെട്ടെന്ന് വിഷമം വന്നു, ഈ കൊച്ചി ഇങ്ങനെ കരയുന്നത്. അപ്പോൾ തിരുമേനി അടുത്ത് കൈക്കാരൻ നിൽക്കുന്നുണ്ട്, അല്ല നമ്മുടെ കപ്പിയാർ നിൽക്കുന്നുണ്ടായിരുന്നു. കപ്പിയാരോട് തിരിഞ്ഞ് ചോദിച്ചു, അങ്ങനെ നോക്കി എന്ത് പറ്റി, എന്താണ്? ആ പറഞ്ഞു, തിരുമേനി ജോർജ് കുട്ടിയുടെ മകൻ ഒന്നും ചെയ്യലാന്ന്. ഞങ്ങൾക്കറിയാം ജോർജ് കുട്ടിയുടെ മകൻ ഒന്നും ചെയ്യലാന്ന്. അപ്പം തിരുമേനിക്ക് പിന്നെയും ഒരു സംശയം, എന്തായി പറയുന്നത്? അപ്പം അവിടെ നിൽക്കുന്ന അച്ഛനോട് നോക്കി എന്താണ് സംഭവിച്ചത്. അച്ഛൻ പറഞ്ഞു, തിരുമേനി പള്ളിക്ക് ഇഷ്ടം പോലെ ഫണ്ടുണ്ട്, നമുക്കത് പഠിക്കാനുള്ള ഫണ്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ആരും അറിയാതെ നമുക്കത് പണിത് കളയാം. പള്ളിക്ക് ഫണ്ടുണ്ട്, ജെറിക്കോ മതിൽ പണിത് കളയാം. അല്ല, ഞാനിത് പറയാൻ കാരണം പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അറിയുന്നില്ല. ആ ജെറിക്കോ മതിലുകൾ നമ്മുടെ ജീവിതത്തിൽ തള്ളി കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ആ ദേശത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജെറിക്കോ മതിലുകൾ തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ, അത് വീണ് പോയിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് പണിയാൻ നോക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് കരയേണ്ട ആവശ്യമില്ല. അതിനുപരി സന്തോഷിക്കണം. ഹല്ലേലൂയ. അതിന് കേട്ടിട്ട് കുറെ നേരം ചിരിക്കുകയായിരുന്നു. സോ ഫണി. ഹല്ലേലൂയ. ജെറിക്കോ മതിൽ തള്ളിയത് ആരുമല്ല, കർത്താവായ ദൈവം തന്നെയാണ് തള്ളിയിട്ടത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ മക്കൾക്ക് ആ ദൈവം വാഗ്ദാനം ചെയ്ത ആ ഭൂമിയിൽ ഒരു വിജയം കൊടുക്കുവാൻ വേണ്ടി ദൈവം ആ മതിലുകൾ തള്ളിയിട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ അവകാശം അവകാശം നിങ്ങൾക്ക് പ്രവേശിക്കാൻ, അത് പ്രാപിക്കാൻ പറ്റാത്ത തരത്തിൽ ഏതെങ്കിലും ജെറിക്കോ മതിലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇത് കർത്താവായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുമ്പോൾ ആ മതിലുകളെല്ലാം തകർന്നു വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ എന്താണ്? മക്കളാണെങ്കിൽ നമ്മൾ ആരാണ്? അവകാശിയാണ്. അവകാശി എപ്പോഴാണ് അവകാശിയാവുന്നത്? അവകാശമാകുന്ന അവിടെ അവകാശിയാവുന്ന എപ്പോഴാ? അവിടെ ഒരു അവകാശം ഉള്ളപ്പോൾ. ആ അവകാശം എങ്ങനെയാണ് നമുക്ക് അതിൽ പ്രാപിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തോട് വായിച്ച് കേൾക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 37-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, The Lord knows the days of the upright and their inheritance shall be forever. ഒന്ന് വായിക്കേ. The Lord knows the days of the upright and their inheritance shall be forever. കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളമായി ജീവിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും ദൈവം വാഗ്ദാനം ചെയ്യുന്ന അവകാശം അത് മനുഷ്യനോ ആർക്കും എടുത്തുകൊണ്ടുപോകാൻ പറ്റുകയില്ല. അതാണ് ദൈവം പറയുന്നത്, എന്റെ ഉള്ളം കയ്യിലുള്ള ആ ഒരു വ്യക്തിയെ ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല. അത് ശാശ്വതമായ ഒരു അവകാശമാണ്. ഹല്ലേലൂയ. നമ്മൾക്ക് യേശുവിനെ ആശ്രയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്കും നമ്മളെ ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റുകയില്ല. അതാണ് റോമാർക്കുള്ള ലേഖനം, what with the depth of the height of the length, nothing can separate me from the love of God. Hallelujah. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ, പ്രിയപ്പെട്ടവരെ, ആർക്കും മാറ്റാൻ പറ്റുകയില്ല, തള്ളിക്കളയാൻ പറ്റുകയില്ല, എടുത്തു കളയാൻ പറ്റുകയില്ല, നിങ്ങളൊന്ന് കവർന്നെടുക്കാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, അവൻ വന്നിരിക്കുന്നത് കക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടിയാണ്, അത് സമൃദ്ധമായി തരുവാൻ വേണ്ടിയാണ്. നിങ്ങൾ യേശു
യേശു ക്രിസ്തുവിന്റെ സമൃദ്ധമായ ജീവിതത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു സാത്താനും നിങ്ങളുടെ ആ ദൈവത്തിന്റെ വാഗ്ദാനം നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഇൻഹെറിറ്റൻസ് ഓഫ് ദ റൈച്ചസ് വിച്ച് ഇസ് ഫോർ എവർ. ഒന്ന് പറഞ്ഞേ, ശാശ്വതമായ അവകാശമാണ് എന്റെ അവകാശം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, എബ്രഹാമിനോടാണ് ദൈവം വാഗ്ദാനം ചെയ്തത്, അല്ലേ? എബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതികളുടെ എണ്ണം എത്രയായിരിക്കും? ആകാശത്തിലെ നക്ഷത്രത്തിന്റെ അത്രയും. പിന്നെ പറയുന്നുണ്ട്, കടൽ തീരത്തെ മണൽ തിരയുടെ അത്രയും. പിന്നെ പറയുന്നുണ്ട്, നീ നോക്ക്, ആ ദേശം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. I have already given it to you എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, every place that the sole of your feet shall tread upon I have given to you, I said to Moses. Hallelujah. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് വായിച്ച് സിസ്റ്ററെ, നമ്മളുടെ കാലുകൾ എവിടെ? ജോഷുവ 1:3, wherever the feet shall tread upon I have already given it to you. Hallelujah. വായിക്കുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നിങ്ങൾ കാലുകുത്തുന്ന ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു അവകാശമായിട്ട് തരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമോ? കിട്ടും. ഇന്ന് നമുക്ക് പോയി ഒരു ഭൂമിയല്ല വേണ്ടത് പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 119:105 വചനത്തിൽ പറയുന്നുണ്ട്, Thy word is a lamp unto my feet and a light unto my path. നിന്റെ വചനം എന്റെ പാതയ്ക്ക് ഒരു വിളക്കും, എന്റെ പാദത്തിന് ഒരു വിളക്കും, എന്റെ പാതയ്ക്ക് ഒരു വെളിച്ചവുമാണെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നിങ്ങൾ അവകാശപ്പെടുന്നോ, it will be given. Are you with me? ഇത് നിങ്ങൾ രാജ്യങ്ങളോ സ്ഥലങ്ങളോ അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് സൗഖ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കാലെടുത്ത് ആ സൗഖ്യത്തെ വെച്ചാൽ മതി, നമ്മൾക്ക് കിട്ടും. ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഗിവൺ. ആർ യു വിത്ത് മീ? സേ ഹല്ലേലൂയ. അവർ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്നതാണ്. എവറി വേർഡ് ദാറ്റ് യു ബിലീവ് ഇറ്റ് വിൽ ബി ഡൺ. ബിക്കോസ് അതിന്റെ പുറകിൽ നിൽക്കുന്നത് ആ ബലം നമുക്കറിയാമല്ലോ. പൈസ പ്രിന്റ് ചെയ്യുന്നതിന് പുറകിൽ ബലമുണ്ട്. എന്താണ്? സ്വർണം, അല്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനങ്ങളുടെ പുറകിലുള്ള ബലം എന്ന് വെച്ചാൽ സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് അതിന് ഗ്യാരണ്ടി നിൽക്കുന്നത്. Because he is the one who spoke the word. Hallelujah, praise God, hallelujah. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഈ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ അവകാശം, ദൈവം വാഗ്ദാനം ചെയ്ത അവകാശങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഹെബ്രായർക്ക് ലേഖനം 6-ാമത്തെ അധ്യായം 11-12 പറയുന്നുണ്ട് ചില വ്യക്തികളെ കുറിച്ച്. എങ്ങനത്തെ വ്യക്തികൾക്കാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക എന്നുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവസാനം വരെ ഉത്സാഹം കാണിക്കണം. Must be diligent. അവിടെ പറയുന്നത്, and we desire that each one of you show the same diligence to the full assurance of hope until the end. അടുത്ത വചനം പറയുന്നു, വായിക്കുക. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. Hallelujah. That you do not become sluggish but imitate those who through faith and patience inherit the promises. അവിടെ എന്താ പറയുന്നത്? നമുക്ക് there must be diligence. ദൈവത്തിന്റെ വചനം ഹെബ്രായർക്ക് ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറയുന്നുണ്ട്, He is a rewarder of those who diligently seek him. അവനെ അന്വേഷിക്കുന്നവർക്ക്, അവനെ ഡിലിജന്റ് ആയിട്ട് അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ആ പ്രതിഫലം ഇവിടെ സ്വർണമോ വെള്ളിയോ അല്ല പ്രിയപ്പെട്ടവരെ, അതിനേക്കാളൊക്കെ വിലപിടിപ്പും ശ്രേഷ്ഠമായ ഒരു പ്രതിഫലമുണ്ട്. അത് നിത്യത, അത് യേശു ക്രിസ്തുവിന്റെ കൂടെ ചെലവഴിക്കുക. ദാറ്റ് ഇസ് ദൈവരാജ്യം സ്വന്തമാക്കുക, ദൈവരാജ്യത്തിലെ ഒരു പൗരനാകുക, ദൈവഭവനത്തിലെ ഒരു അംഗമാകുക. ദാറ്റ് ഇസ് ഇൻഹെറിറ്റൻസ് ഓഫ് ദ റൈച്ചസ്. ഹല്ലേലൂയ. പിന്നെ പറയുന്നുണ്ട് എങ്ങനത്തെ വ്യക്തി. നമ്മൾ പെട്ടെന്ന് പോകണം, നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് വിടുതലിന്റെ ഒരു ദിവസമാണ്. നിങ്ങളുടെ നേരെ നിൽക്കുന്ന ഏത് ജെറിക്കോ മതിലാണെങ്കിലും നിങ്ങൾ അത് തകർന്ന് വീഴണം. കാരണം എന്താണ്? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നോട് അല്ലാതെ ആർക്കും പിതാവിലേക്ക് വരുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ വചനത്തെ കാത്തു നിൽക്കുന്നത്, those who have wait upon the Lord with diligence, അവരാണ് ആ അവകാശത്തിലേക്ക്, ആ ദൈവത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഒന്ന് ഐസയ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം ഒന്ന് വായിക്കുക. അവിടെ പറയുന്ന, but those who wait upon the Lord shall renew their strength, they shall rise up with wings like eagles, they shall run and not be weary, they shall walk and not faint. Hallelujah. ഒന്ന് വായിച്ചു സിസ്റ്റർ.
ഇന്ന് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കൊയ്ത്താകാനായിട്ട്. ഇന്ന് പലവർക്കും ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ഉത്തരം വേണം, ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ സൗഖ്യം വേണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമയത്തും ദൈവത്തിന്റെ വിധത്തിലുമായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. വായിച്ചേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ആമേൻ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ആമേൻ. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, ഹല്ലേലൂയ. നടന്നാൽ തളരുകയില്ല. തളരുകയുമില്ല. കാരണം അവരുടെ ഓട്ടത്തിന്റെ പുറകെ, അവരുടെ നടപ്പിന്റെ പുറകെയുമുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് കാലേബും ജോഷുവയും അവരെ ആ വാഗ്ദാന പ്രദേശം പോയി കാണാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നമ്മൾക്ക് പോയി അത് ഏറ്റെടുക്കാം, കാരണം അത് ദൈവം എബ്രഹാമിന് കൊടുത്തതാണ്. ഓ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എബ്രഹാമിന്റെ സന്തതികളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹവും ആരുടെ അനുഗ്രഹമാണ്? ഒന്ന് പറഞ്ഞേ, എന്റെ അനുഗ്രഹമാണെന്ന് പറ. ഓ ഹല്ലേലൂയ. ഇറ്റ് ഈസ് മൈ ബ്ലെസ്സിംഗ്, ഇറ്റ് ഈസ് മൈ ഇൻഹെറിറ്റൻസ്, ബിക്കോസ് ഐ ആം ലിവിംഗ് ഇൻ ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം. ഹല്ലേലൂയ. ഐ ആം എ സൺ ഓഫ് എബ്രഹാം, ഐ ആം എ സീഡ് ഓഫ് എബ്രഹാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പിന്നെ വെളിപാട് പുസ്തകം പിന്നെ പറയുന്നുണ്ട്, 21:7 പറയുന്നുണ്ട്, he who overcomes shall inherit all things and I will be his God and he shall be my son. ഹല്ലേലൂയ. മക്കൾക്കാണ് അവകാശം കൊടുക്കുന്നത്, അല്ലെ? വഴിയെ പോകുന്നവർക്കൊന്നും അല്ല അവകാശം കൊടുക്കുന്നത്. കൊടുക്കുവോ അവകാശം? നമ്മുടെ വീടിന്റെ പങ്ക് കൊടുക്കുവോ വഴിയെ പോകുന്നവൻ? ഇല്ല. പക്ഷെ എന്റെ മകനും മകൾക്കും എനിക്ക് ഞാൻ പങ്ക് കൊടുക്കും. ഹല്ലേലൂയ. വായിച്ചേ. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായി. ഹല്ലേലൂയ. So you have to overcome the world. നമ്മൾ യേശുവിനെ നമ്മൾ when you follow Jesus, നമ്മളുടെ എതിരായിട്ട് വളരെയധികം ശക്തികൾ വരും. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും വരും പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അതൊക്കെ അതികടന്ന് മുറുകെ പിടിച്ച് ആ യേശുവിനെ നമ്മൾ അനുഗമിക്കുമ്പോഴാണ് നമ്മൾക്ക് പറയാൻ പറ്റുക, ഞാൻ ആ വാഗ്ദാനത്തെ അതിന്റെ അവകാശിയാണ് ഞാൻ. അങ്ങനെയുള്ളവരെ ദൈവം വിളിക്കുന്നത് എന്താണ്? മകൻ, മകൾ. ഹല്ലേലൂയ. He says, നമുക്കറിയാം കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, I shall be your God and you shall be my people. I shall be your father and you shall be my sons and daughters. ഹല്ലേലൂയ. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഇവിടെ അയച്ചത് ഒരു മതം സൃഷ്ടിക്കാനല്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിനെ അയച്ചത് ഒരു ബന്ധം സൃഷ്ടിക്കാനാണ്. മതങ്ങളൊക്കെ മനുഷ്യന്റെയാണ്. മതങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാക്കുന്നതാണ്. പക്ഷെ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചത് സ്നേഹത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, God so loved the world that he gave his only begotten son. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അടയാളം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആണ് യേശു ക്രിസ്തു. ആ സ്നേഹം എവിടെ നിന്നാണ്? ഒരു ബന്ധത്തിലാണ് സ്നേഹമുള്ളത്, അല്ലേ? ബന്ധത്തെ ഉറപ്പിക്കുന്ന എന്താണ്? സ്നേഹം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ബന്ധം ഉറപ്പിക്കുന്ന എന്താണ്? സ്നേഹം. ഈവൻ കൂട്ടുകാർ തമ്മിലുള്ള ഉറപ്പിക്കുന്ന എന്താണ്? സ്നേഹം. ബിക്കോസ് ദേ ലവ് ഈച്ച് അതർ, അല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ദൈവമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകാൻ പറ്റുക. പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, വേറെ ഒന്നുണ്ട്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവര്. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന്റെ അവകാശികളാകുന്നത്. അവിടെ പറയുന്നുണ്ട്, ജെനസിസ് 28-ാമത്തെ വചനം പറയുന്നുണ്ട്, and give you the blessing of Abraham to you and your descendants with you, that you may inherit the land in which you are a stranger, which God gave to Abraham. ഒന്ന് വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 28:4. അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടെ നിന്ന് നൽകട്ടെ. നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രാഹത്തിന് നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഏത് അവകാശമുള്ളത്? നമുക്ക് ഒരേ ഒരു അവകാശമുള്ളൂ. ആരുടെ അവകാശമാണ്? എബ്രഹാമിന്റെ അവകാശമാണ് നമ്മളുടെ അവകാശം. കാരണം എബ്രഹാത്തിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. ആ അനുഗ്രഹത്തിന്റെ സന്തതികളാണെങ്കിൽ നമ്മൾക്കും എബ്രഹാത്തിന്റെ അനുഗ്രഹം തന്നെ നമ്മളുടെ ഒരു അവകാശമാണ്. Are you with me? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം 3-ാമത്തെ വചനത്തിൽ പറയുന്നത്, യേശുക്രിസ്തു, കാരണം എബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ അത് നമുക്ക് പ്രാപിക്കാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ പാപം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു. ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. അതുകൊണ്ടാണ് ഗലേഷ്യൻസ് 3-ാമത്തെ വചനത്തിൽ പറയുന്നത്, എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ വിജാതികൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. ഇവിടെ ഇന്ന് നിങ്ങളും ഞാനും എബ്രഹാമിന്റെ വാഗ്ദാനം അവകാശികളാണെങ്കിൽ അത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്, ഞാൻ ചെയ്ത സൽപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, ഞാനൊരു നല്ല മനുഷ്യനായിട്ട് ഇവിടെ കുറച്ച് ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി ആ കുരിശിൽ മരിച്ചതിന്റെ ഒരേ അടിസ്ഥാനത്തിലാണ്. വായിച്ചേ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയരിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി
നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ എബ്രഹാമിന്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഉള്ള അവകാശം. Are you with me? സോ നമ്മൾ ഏത് ആ വിശ്വാസത്തിലായിരിക്കണം? എബ്രഹാമിന്റെ വിശ്വാസത്തിലായിരിക്കണം. 75 വയസ്സിൽ ദൈവം ഒരു മകനെ വാഗ്ദാനം ചെയ്യണമെങ്കിൽ അത് വിശ്വസിക്കണം. അത് 25 വർഷം അതൊന്നും കാണാതെ ഉണ്ടെങ്കിലും വിശ്വസിക്കണം. Are you with me? Because my God has promised and my God cannot lie. എന്റെ ദൈവം ഒരു നുണയനല്ല. Are you with me? അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും അതുപോലെയാണ് വിശ്വസിക്കേണ്ടത്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is yes. It is yes. There is no going back on that word. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, ബുദ്ധിമുട്ടിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. He is able to do exceedingly abundantly much more than you can ask or think according to the power that works in us. വായിച്ചേ Ephesians 3:20. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പിന്നെ വേറെ ഒരു എങ്ങനത്തെവരാണ് ദൈവത്തിനെ അവകാശം പ്രാപിക്കുന്നവര്? Those who are under the favor of God. The favor of God. ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം 29-30 വായിക്കാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടിട്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളത്. പുറപ്പാട് പുസ്തകം 23, 29, 30 ഒന്ന് വായിക്കും. ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാകുകയും നിങ്ങൾക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറത്തള്ളിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തികൾ മതി. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. അവിടെ അതിന്റെ ഇറ്റ് ലൂസസ് എന്താ പറയുന്നത് ദ പഞ്ച്. ഈ മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോഴുണ്ടല്ലോ അങ്ങ് വാട്ടർ ഡൗൺ ആയി പോവുക. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. എക്സോഡസ് പറയുന്നത്, I will not drive them out from before you in 1 year, lest the land become desolate and the beasts of the field become too numerous for you. പ്രിയപ്പെട്ടവരെ, ഈ beasts of the field എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാം സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ആ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇടപെട്ടിട്ട് എനിക്കൊരു വിടുതൽ കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. പിന്നെ നമുക്ക് 1 പത്രോസ് 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തില് 1 പത്രോസ് 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഒരു സിംഹത്തിനെ കുറിച്ച്. അങ്ങനെ വന്യമൃഗങ്ങള് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മളെ വശീകരിക്കും. പലപ്പോഴും നമ്മൾ ആ ദൈവത്തെ മറന്നിട്ട് നമ്മൾ നേടിയെടുത്തതാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വഴിതെറ്റു പോകും. അതുകൊണ്ടാണ് അടുത്ത വചനം പറഞ്ഞത് ലിറ്റിൽ ബൈ ലിറ്റിൽ എന്ന് പറഞ്ഞ ലിറ്റിൽ ബൈ ലിറ്റിൽ I will drive them out from before you until you have increased and you inherit the land. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ലിറ്റിൽ ബൈ ലിറ്റിൽ എന്ന് പറഞ്ഞ ലിറ്റിൽ ബൈ ലിറ്റിൽ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരും, വിശ്വാസത്തിലേക്ക് വളരും. ലിറ്റിൽ ബൈ ലിറ്റിൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും. പയ്യെ നമ്മൾ ആ വിശ്വാസത്തിൽ വളരും. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് നമ്മൾ കണക്കാക്കുകയില്ല. നമ്മൾ വിചാരിക്കും ഇതെന്റെ ഒന്ന് ലക്കി ഡിപ്പാണ്, നമ്മൾക്കിത് ലോട്ടറി കിട്ടിയതാണെന്ന് വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, പക്ഷെ ദൈവം നമ്മളുടെ ആവശ്യങ്ങളനുസരിച്ച് ദൈവമാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് നമ്മളെ വിശ്വാസത്തിലേക്ക് വളർത്തും. അങ്ങനെ എന്നുവരെ ആ ദേശം മുഴുവൻ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാനും നിങ്ങളും പ്രാപിക്കുന്നത് വരെ ലിറ്റിൽ ബൈ ലിറ്റിൽ I will drive them out until you inherit the whole land. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. അങ്ങനെ നമുക്കറിയാം ആ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്തു തരുന്നതെന്ന് ദൈവം വെളിപ്പെടുത്തി തരും. അങ്ങനെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. കാരണം നമുക്കറിയാം നമുക്കൊരു പ്രയാസം ഉണ്ടായി ദൈവം ഇടപെടുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. പിന്നെ അടുത്തത് നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് നമ്മളുടെ വിശ്വാസം വളർന്ന് വരും. ഹല്ലേലൂയ. പിന്നെ പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ അവിടെയും പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, എന്താ പറയുന്നത്, ദൈവം ഒരു വാഗ്ദാനം അല്ലെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാനിക്കുന്നവനാണ്. അവൻ നമ്മളുടെ അവസ്ഥയോ നമ്മളുടെ സാഹചര്യമോ നോക്കിയിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത് അവന്റെ വാഗ്ദാനം അനുസരിച്ചാണ്. അല്ല നമ്മളുടെ നന്മയെ നോക്കിയിട്ടല്ല പ്രിയപ്പെട്ടവരെ. Are you with me?
നമ്മളുടെ നന്മ നോക്കിയിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ യാർഡ് സ്റ്റിക്ക് ഒന്നേ ഉള്ളൂ. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും. കാരണം ഞാൻ എന്ത് ചെയ്യും? നിങ്ങളും ആരാധിക്കുന്ന ദൈവം നുണയനല്ല. ഹലോ വായിച്ചേ, പുറപ്പാട് 32:13-14 വായിച്ചു. അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ എന്ന് ആരാ പറയുന്നത്? മോശ പറയാണ് അവിടുത്തെ ദാസന്മാരെ ഓർക്കണമേ, എന്റെ അപ്പൂപ്പനെ ഓർക്കണമേ. ഹല്ലേലൂയ. ഇന്ന് നമ്മളും പറയണം, ഓ ഹല്ലേലൂയ, റിമെമ്പർ യുവർ കവനന്റ് വിത്ത് Abraham and I am a son of Abraham, I am a daughter of Abraham. Why you say? നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് ദൈവമേ നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ശാന്തനായി തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന്. കാരണം എന്താണ്? ആ വചനം വായിക്കണം. നമുക്കറിയാം, മോശ ആ ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ പോയപ്പോൾ അവിടെ അഹ്റോണും മറ്റ് പുരോഹിതന്മാരും എല്ലാവരും കൂടെ കൂടി ഒരു കാളയെ ഉണ്ടാക്കി അവർ ആരാധിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മോശ എവിടെ? ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ഈ കാളയാണ് എന്ന് പോലും അവർ പറഞ്ഞു. അങ്ങനെയുള്ളപ്പോഴാണ് ദൈവത്തിന്റെ ക്രോധം അവിടെ വന്നത്. God wanted to destroy them. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ഉടമ്പടി എങ്ങനെ നിറവേറും? അതുകൊണ്ട് മോശ പറഞ്ഞു, എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനോടും കൂടി നീ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടല്ലോ. എബ്രഹാമിന്റെ സന്തതികളുടെ എണ്ണം എവിടം വരെ ആയിരിക്കും? ആകാശത്തിലെ നക്ഷത്രങ്ങൾ വരെ ആയിരിക്കും. ഈ സ്ഥലം മുഴുവൻ അവർക്ക് നീ കൊടുത്തതാണല്ലോ. ഈ ജനത്തെ നീ നശിപ്പിച്ചാൽ ആ വാഗ്ദാനം എങ്ങനെ പൂർത്തീകരിക്കും? ദൈവം ആ വാഗ്ദാനത്തെ മാനിക്കാൻ he forgave them. Are you with me? ആ വാഗ്ദാനം മാനിക്കാനായിട്ട് he withdrew. അവിടെ പറയുന്നത്, so the Lord relented from the harm which he said he would do to his people. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയതാണ്. നിങ്ങൾ പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വരുവാനുള്ള നിങ്ങൾക്ക് ഒരു അർഹതയുമില്ലെങ്കിലും നിങ്ങൾ പറയണം, പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചല്ലോ. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങയുടെ രക്തത്താൽ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന്, എന്റെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പാപത്തെ ഞാൻ പശ്ചാത്തപിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, യോഹന്നാന്റെ ലേഖനത്തിൽ 1 John 1:9 പറയുന്നത് എന്താണ്? If you confess your sins, he is faithful and just to forgive you and to cleanse you from all unrighteousness. അത് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ ദൈവത്തിന്റെ ക്രോധം മാറിയിട്ട് ദൈവത്തിന്റെ കരുണ വരും. അത് നിങ്ങൾ എന്നേറ്റ് പറയുന്നുവോ അവിടെ ദൈവത്തിന്റെ കരുണയുടെ you will be the recipients of his mercy. Oh, praise God. Our God is a covenant keeping God. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, the foundation must be our God is a covenant keeping God. നമുക്ക് വേറൊരു വചനത്തിൽ പോകാം. പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 23-25. അവിടെയും ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ വിശ്വസിക്കും. വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ദൈവത്തെ വിശ്വസിക്കുവാനും ആ ദൈവത്തെ സ്നേഹിക്കുവാനും പറ്റും. പുറപ്പാട് 2:23-25. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അവിടെ എത്തി. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടെ ഇടപെട്ടത് ഒരേ ഒരു കാര്യം കൊണ്ട്. എന്തുകൊണ്ട്? എബ്രഹാമിന് ഞാൻ വാഗ്ദാനം ചെയ്തു, ഞാൻ നുണയനല്ല. Are you with me? So today, ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, you cry out to the Lord and then he will act. ദൈവത്തിന്റെ വചനം പറയുന്നത്, and he acknowledged them. ബാക്കി വായിച്ചേ. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു. He acknowledged them. He acknowledged them as a descendants of the promise. അവരുടെ അവസ്ഥയൊന്നും അങ്ങനെ മക്കളൊന്നും അല്ലായിരുന്നു. അവരവിടെ ഈജിപ്തിൽ ഒരു വിഗ്രഹാരാധനയിലായിരുന്നു. പക്ഷേ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു എബ്രഹാമിന്, എൻ്റെ മക്കള് ഇനി ഞാനൊരു വാഗ്ദാന ദേശം കൊടുത്തിട്ടുണ്ട്, അവരത് സ്വന്തമാക്കും. He acknowledged them.
പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നിലവിളിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോൾ ഹി വിൽ അക്നോളജ് യു. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം എന്താ പറയുന്നത്? നിങ്ങൾ നിലവിളിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോൾ ഐ വിൽ സെൻഡ് ആൻ ആൻസർ. ഞാൻ ഉത്തരം തരുന്ന ദൈവമാണ്. നമ്മളുടെ ദൈവം കല്ലും മണ്ണുമല്ല. നമ്മളുടെ ദൈവം ഒരു മൃഗമല്ല. നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. വായിച്ചേ, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പിന്നെയും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. ഹല്ലേലൂയ.